സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. തിരിച്ചു വരികയാണ്. ജീവിതത്തെ മാറ്റത്തിന് തയ്യാറാകുക. മദ്യപാനം നിർത്തുന്നതാണത്. പുകവലിക്കുന്നത് നിർത്തുന്നതാണ്. അവൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക്. വഴിവിട്ട ബന്ധം നയിക്കുന്നവൻ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപത്തിലാണ് അവൻ നിൽക്കുന്നതെങ്കിൽ ആ ബന്ധത്തിലേക്ക് പിന്നെ ഒരിക്കലും അവൻ എത്തി നോക്കില്ല. പരിശുദ്ധാത്മാവിലുള്ള ദുഃഖം, അതാണ് ആഗ്രഹിക്കേണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, കൃപാഭിഷേക ശുശ്രൂഷയുടെ യഥാർത്ഥ ലക്ഷ്യം ജനത്തെ, സഭയെ, സഭാമക്കളെ, എന്നെ, നമ്മളെല്ലാവരെയും വിശുദ്ധരാക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാന ലക്ഷ്യം. അനേകം വിശുദ്ധർ സഭയ്ക്ക് വേണം. സഭയ്ക്ക് വേണ്ടി വിശുദ്ധാത്മാക്കൾ കൊണ്ട് വളരണം. സഭ മുഴുവൻ വിശുദ്ധർ കൊണ്ട് നിറയണം. മറ്റൊന്നുമല്ല, വിശുദ്ധരുണ്ടാകണം. ഒറ്റ കൊതി, ഒരു ഒറ്റ ആഗ്രഹമാണ്. അതുകൊണ്ട് വിശുദ്ധരാകുക എന്നുള്ളതാണ്. കൃപ മേടിക്കുന്നത്, കൃപ വാങ്ങിച്ചെടുക്കുക. കൃപ കിട്ടിയാലേ വിശുദ്ധരാകാൻ പറ്റുള്ളൂ. ആ കൃപ കിട്ടണമെങ്കിൽ, കൃപയുടെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ നിന്റെ കണ്ണ് തുറക്കണം. കണ്ണുനീര് കൊണ്ട് ഒഴുകണം. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കൈയടിച്ച് ഉച്ചത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ മുഴുവൻ കാണാം. അനുദപിക്കുന്ന പാപിയോട് ദൈവം കാണിക്കുന്ന അതിരറ്റ കരുണയും സ്നേഹവും. ലൂക്കാസ് വിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ, ലൂക്കാസ് വിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-14 വചനം, ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നവൻ മാറത്തടിച്ച് കരയുകയാണ്. അത്രമാത്രം അവിടെ പശ്ചാത്തലം. അതാണ് ദൈവത്തെ വേദനിപ്പിച്ച് എൻ്റെ പ്രവർത്തികൾ കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തു, എൻ്റെ മനസ്സുകൊണ്ട് പാപം ചെയ്തതിനോർത്ത്, എൻ്റെ കണ്ണുകൾ കൊണ്ട്, എൻ്റെ ചെവി കൊണ്ട്, നാവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്, കൈകാലുകൾ കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്, ഹൃദയം കൊണ്ട്, ചിന്തകൾ കൊണ്ട് ഒക്കെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്തുള്ള അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുകുമ്പോഴാണ് നിൻ്റെ മേൽ കൃപയോട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് പശ്ചാത്താപത്തിലേക്ക് നയിക്കുക. അവൻ പിന്നെ പശ്ചാത്തപിക്കുക. തെറ്റിയോർത്തിൽ അനുതാപം, അവൻ്റെ പ്രവർത്തികൾ കാണാൻ, അവൻ്റെ പെരുമാറ്റത്തിൽ, വാക്കുകളിൽ, കുടുംബത്തിലൊക്കെ അവൻ്റെ മാറ്റമുണ്ടാകും. ചിന്തകളിൽ എല്ലായിടത്തും മാറ്റമുണ്ടാക്കണം. ദൈവഹിതപ്രകാരം പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ പശ്ചാത്താപം കുറഞ്ഞാൽ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. സർവ്വത്തെ പ്രതി ഹല്ലേലൂയ. വിശുദ്ധ അംബ്രോസ് പറയുക, അതായത് രണ്ടാമത്തെ മാമോദീസ എന്ന് വിശേഷിപ്പിക്കുന്ന കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ച് അംബ്രോസ് പറയുന്നത് അവിടെയും ഒരു ജലം ആവശ്യമാണ്. അതായത് രണ്ടാമത്തെ മാമോദീസായ കുമ്പസാരം അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ ഒരു ജലം ആവശ്യമാണ്. അത് എൻ്റെ കണ്ണിൽ നിന്നും, എൻ്റെ ആത്മാവിൽ നിന്നും, ഹൃദയത്തിൽ നിന്ന് ഒഴുകേണ്ട അനുതാപത്തിൻ്റെ കണ്ണുനീര് അത് ഒഴുകിയെങ്കിലേ നീ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഇന്ന് പല ആളുകളും വിശുദ്ധീകരിക്കപ്പെടാത്തതിൻ്റെ കാരണം ആളുകൾ ആരും കരയുന്നില്ല, ദുഃഖമില്ല, തെറ്റിനെ ഓർത്തുള്ള പശ്ചാത്താപമില്ല, അഹങ്കാരത്തിൻ്റെ മനസ്സിൽ കിടക്കുക, ന്യായീകരണത്തിൻ്റെ പിശാചുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, ബുദ്ധി കൊണ്ടവൻ ദൈവവചനത്തിനെതിരെ നീങ്ങുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൃപയെ സ്വന്തമാക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നത്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസ് മാരക പാപത്തിൽ മദ്യപാനി, വഴിവിട്ടൊരു ബന്ധം, ഒരു സ്ത്രീ, അതിലൊരു കുട്ടി, വളരെ തിന്മയ്ക്കകത്ത് കഴിഞ്ഞവൻ, സഭയിൽ നിന്ന് പോലും അകന്നു കഴിഞ്ഞവൻ, തെറ്റായ പഠനങ്ങൾ നിറഞ്ഞവൻ, അധാർമിക ജീവൻ നയിച്ച, എല്ലാവിധ അശുദ്ധിക്കും അടിമയായി ജീവിച്ചൊരു വ്യക്തി വിശുദ്ധനായി തീർന്നതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം അവൻ്റെ സ്നേഹിതനോടുകൂടി ഒരു പൂന്തോട്ടത്തിലിരുന്നു കൊണ്ട് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടും ചിന്തിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു നിമിഷം അറിയാതെ അവന് കരയാൻ തുടങ്ങി. അവൻ വാവിട്ട് ഏങ്ങലടിച്ചവൻ കരയുന്നുണ്ട്. കരച്ചിൽ കൂടിക്കഴിയുമ്പോൾ അവൻ്റെ സ്നേഹിതൻ, അപ്പോൾ ആ സമയത്ത് അവന് ബൈബിൾ എടുത്ത് വായിക്കാൻ ഒരു വചനം കിട്ടുകയാണ്. ഒരു സ്വരം കേൾക്ക്. ഏതോ ഒരു ശിശു ഇങ്ങനെ, ഒരു കുട്ടി ഇങ്ങനെ പാട്ട് പാടുന്നു. എടുത്തു വായിക്കാൻ. അപ്പോഴും ബൈബിൾ എടുത്ത്, അവൻ്റെ അടുത്തിരുന്ന ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ റോമാലേഖനം 13:11 മുതലുള്ള വചനമാണ് അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു. അത് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്ന കൂടുതൽ അടുത്തെത്തി. രാത്രി കഴിയാറായി,
പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുവയിലോ മദ്യലഹരിയിലോ അവിഹിതവേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കും. ഈ വചനം വായിച്ചിട്ട് വിശുദ്ധ അഗസ്തീൻ അവിടുന്ന് കരയാൻ തുടങ്ങുക. അപ്പോൾ കുറച്ച് സുഹൃത്ത് അടുത്തിരുന്ന ആൾ എഴുന്നേറ്റ് പോകുക. കരയണ്ടെന്ന് കരയട്ടെ, അത് കരഞ്ഞു തീരേണ്ടതാണ്. അതവൻ്റെ വിശുദ്ധീകരണം. അവൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കുക, അവൻ്റെ ഹൃദയത്തെ കഴുകുക. ഉറക്കുമ്പോൾ അവൻ കരയുകയാണ്, വാവിട്ട് കരയുക. കരഞ്ഞ് മണിക്കൂറുകളോളം കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ആ ദൈവസ്നേഹം അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ദൈവസ്നേഹം ഒഴുകുമ്പോൾ ഒരാൾ കരഞ്ഞിരിക്കും. ഉറപ്പാണ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ടിയല്ലേ അവൻ കുരിശിൽ രക്തം ചിന്തി മരിച്ചത്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരബലിയല്ല അവൻ അർപ്പിച്ചത്. അപ്പോൾ എൻ്റെ ഈശോ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ എല്ലാമായ എൻ്റെ കർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ദൈവമില്ലാത്തവനാ, ദൈവബന്ധമില്ലാത്തവൻ. എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ദൈവമില്ലല്ലോ. എനിക്കെല്ലാമുണ്ട്. സുഖം ആഗ്രഹിച്ച സുഖങ്ങളെല്ലാം ആസ്വദിച്ചു, ആവോളം കുടിച്ചു, സെക്സും ഒക്കെ കഴിഞ്ഞു. അതൊന്നും കാര്യം. എനിക്കൊരു ദൈവത്തെ നഷ്ടപ്പെട്ടു, എൻ്റെ ദൈവമില്ലാതെ ഞാൻ ജീവിക്കുക. ആ ഒരു പശ്ചാത്താപത്തിൻ്റെ ദുഃഖമുണ്ട്. ആ കുറ്റബോധമല്ല, ദുഃഖം ഉണ്ടാകുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിൽ ഇറങ്ങിയ അനുതാപം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എൻ്റെ മേലും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെ മേലും ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ മക്കൾ യഥാർത്ഥമായ വിടുതലും രക്ഷയും സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുകൾ പരപ്പിലൂടെ പെരിഫറലായിട്ടുള്ള ആധ്യാത്മികതയായിട്ട് മാറും. മറ്റുള്ളവരെ കാണിക്കുന്നൊരു ആധ്യാത്മികത, ആഴമില്ലാത്തൊരാത്മീയത, ഹൃദയത്തിൽ തൊടാത്തൊരാത്മീയത, ഉള്ളിൽ തുറക്കാത്തൊരാധ്യാത്മികത, അത് കാപട്യത്തിൻ്റെ ആത്മാവ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വ ആരാധന എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൻ്റെ 3:20, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ അവൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുകയും അവനോട് കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. സ്വരം പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വചനം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായും ആയ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനായ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയാം. അനുതാപമില്ല, പശ്ചാത്തലമൊന്നുമില്ല, ഒരു ഫീലിങ്ങും ഇല്ല. അങ്ങനെയുള്ള ആളുകളെ തുപ്പിക്കളയുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്രവർത്തനത്തെ അവർ തുപ്പിക്കളയും. അവർ ഔട്ടാക്കപ്പെടും, അവർ പുറത്താക്കപ്പെടും. എൻ്റെ സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നീ പറയുന്നു ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയും. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക, അനുദമിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കഥ നന്ദി പറഞ്ഞേ മക്കളെ. ഉച്ചത്തിൽ നന്നായിട്ട് കൈയടിച്ച് കരങ്ങൾ ഉയർത്തിക്കട്ടെ. തീഷ്ണതയുള്ളവനാകുക, അനുദപിക്കുക, അനുതാപമുണ്ടാകണം. ഈ ധ്യാനത്തിൽ വെച്ച് ഈ ദേശത്തുള്ള നമ്മളെല്ലാവരിലും മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. പാപത്തെ കെട്ടിപ്പിടിക്കരുത്. പാപം പിശാചാണത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 21:1-2 വചനം. മകനേ, നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് നീ പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിന് ഓടിയാകൽ. അടുത്ത് എന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിൻ്റെ ജീവൻ അപഹരിക്കും. പാപം ചെയ്യുമ്പോൾ ജീവനില്ലാതാവും. അഭിഷേകം, കൃപ നഷ്ടപ്പെട്ടു പോകും. കൃപ പിന്നെ കിട്ടില്ല, പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒത്തിരി വിശുദ്ധാത്മാക്കൾ പോലും
പോലും വലിയ അപകടത്തിൽപ്പെട്ടു പോയത് പാപത്തിൻ്റെ വഴിയിലൂടെ പോയ പാപ സാഹചര്യങ്ങളെ താലൊലിച്ചു. സാരമില്ലെന്ന് എല്ലാവരും പറയും, കുഴപ്പമില്ല, ഇത് ഹ്യൂമനാണ്, നാച്ചുറൽ, സ്വാഭാവികമാണ്, ഇങ്ങനെയൊക്കെയില്ല. പക്ഷേ ഇത് ഏത് പ്രവൃത്തി, നാച്ചുറലോ സ്വാഭാവികമോ അതിസ്വാഭാവികമായ പ്രവൃത്തികളൊക്കെ നീ ചെയ്യുമ്പോൾ നീ ചിന്തിക്കേണ്ടത് ദൈവവചനം അനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, അതോ വചനവിരുദ്ധമായിട്ടാണ് നീങ്ങുന്നത് എങ്കിൽ നിന്റെ ജീവൻ പോയിരിക്കും, നിന്റെ അഭിഷേകം പോയിരിക്കും, നിന്റെ കൃപ നിനക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും. രണ്ട് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ നിന്ന് കൈയടിക്കാമോ ദൈവത്തിൻ്റെ മക്കളൊന്നി? എന്നിട്ട് ഉച്ചത്തിൽ കൈയടിച്ചേ അഭിഷേകം കൊടുക്കട്ടെ. ആമേൻ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെ, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാ, പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങളറിയുന്നു. അവനിൽ പാപമില്ല, അവൻ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാം, കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ, നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ ജനിച്ചവനായതുകൊണ്ട് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പക്ഷേ എല്ലാം കെട്ടു അടിയട്ടെ. അശുദ്ധി മാറട്ടെ. സർവ്വത്തിൽ ഹല്ലേലൂയാ. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ വലിയൊരു വചനം പഠിപ്പിക്കുക. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയാർന്നതുമായി തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായി തീരട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കണം. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കും. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്ത് പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യും. അങ്ങനെ നിങ്ങൾ നിർദോഷവും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയാർന്നും. ഇത് മുഴുവൻ വക്രതയാണ്. എല്ലായിടത്തും ആത്മീയ മേഖല ഉൾപ്പെടെ ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, വക്രത കാണുന്നുണ്ട്. വഴിപിഴച്ചതും വക്രതയാർന്നതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായിട്ട് നിങ്ങൾ മാറട്ടെ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീര്. അതാണ് വിശുദ്ധ അംബ്രോസ് പറയുന്നത്. അതല്ലാതെ നടക്കില്ലത്. അതുകൊണ്ട് സഭയിലെ 2-ാമത്തെ മാമോദീസയാണ് വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശ തിരുസഭയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ജലമുണ്ട്. ആ ജലം വേണം. ജലമില്ലാതിരിക്കാൻ പറ്റില്ല. അത് തലയിൽ ഒഴിക്കുന്ന ജലമല്ലത്, കുടിക്കുന്ന ജലമല്ലത്, അത് ആനമ്പെള്ളമല്ലത്. അതെൻ്റെ കണ്ണിലൂടെ ഒടുകൊണ്ടത്. കണ്ണിലൂടെ ഒടുകുന്ന ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ ദൈവത്തെ ദ്രോഹിച്ചതിനെ ഓർത്ത്, എൻ്റെ വിളിക്ക് വിരുദ്ധമായി ഞാൻ ജീവിച്ചതിനെ ഓർത്ത്, കർത്താവിനോടുള്ള വാക്കുകൾ പാലിക്കാത്തതിനെ ഓർത്ത്, രഹസ്യപാപങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത്, അഹങ്കാരത്തിൻ്റെ പാപം, ധനമോഹത്തിൻ്റെ പാപം, വെറുപ്പിൻ്റെ പാപം, കള്ളത്തരത്തിൻ്റെ കാപട്യത്തിൻ്റെ പാപം ഓർത്തുള്ള ആ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീര് അതുണ്ടാകണം. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വിശ്വ ആരാധന. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 61-62 വചനം. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം. അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്തു അവൻ ഹൃദയം നൊന്തു കരഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം പറയേ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ.
ഇത് അനുതാപമുള്ള ഹൃദയത്തിന് അതുള്ളൂ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ആദ്യത്തെ അനോയിൻറ്റിങ് അനുതാപത്തിൻ്റെ കണ്ണുനീര്. ഈ അനുതാപം കിട്ടുന്നില്ലെങ്കിൽ നീ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, പരിശുദ്ധാത്മാവ് ഒന്ന് അനുതാപം തരട്ടെ. പരിശുദ്ധാത്മാവിന് മാത്രം അല്ല, ആരെങ്കിലും പറഞ്ഞു കൊണ്ടാക്കുന്നതല്ല അനുതാപം. ആരെങ്കിലും പറഞ്ഞു നിർബന്ധിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് 2 ആഴ്ച കഴിയും വീണ്ടും പഴയപടിയെത്തി. ഇത് ഉള്ളിൽ നടക്കുന്നൊരു പ്രക്രിയയുണ്ട്, ഒരു ട്രാൻസ്ഫർമേഷനുണ്ട്, ഉള്ളിൽ നടക്കുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റമാണ് അത്. അരൂപി നേരിട്ട് ഇടപെടാതെ ശരിക്കുള്ള മാനസാന്തരം ഉണ്ടാകില്ല. അവിടെ പ്രാർത്ഥിക്കണം, എളിമപ്പെട്ടു ദൈവമേ ഞാൻ പാപിയാണ്. അതിനോടാണ് വിശുദ്ധ ഫൗസ്തീനൊക്കെ പറയുന്നത്. അതാണ് എപ്പോഴും ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിനക്ക് അനുതാപം കിട്ടും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നിനക്ക് അനുതാപത്തിൻ്റെ കണ്ണുനീര് കിട്ടും. ആ അനുതാപ കണ്ണുനീര് കിട്ടുമ്പോഴാണ് നീ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുക. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാൻ 16:8 മുതൽ 10 വരെ അവൻ വന്ന് പരിശുദ്ധാത്മാവെന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പാപബോധം കൊടുക്കുക, ന്യായവിധിയെ ദൈവവിധി എല്ലാം പറഞ്ഞു തരിക. ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു അടഞ്ഞ ഹൃദയം. കാരണം ഹൃദയമടച്ചു വെച്ചിരിക്കുക, ഹൃദയമടച്ചു വെച്ചിരിക്കുന്നു. അത് അഹങ്കാരം കൊണ്ടുള്ള ഹൃദയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാകാത്തത്. അപ്പനെ വേദനിപ്പിച്ചു, ഒരു പശ്ചാത്താപവും ഇല്ല. ഭാര്യയെ വഞ്ചിച്ചു, അവന് യാതൊരു പശ്ചാത്താപവും ഇല്ല. ആ സ്വന്തം അമ്മയെ ചതിച്ചു, എന്നിട്ട് യാതൊരു പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരവനില്ല. സഭയ്ക്കെതിരെ നീങ്ങി, വൈദികർക്കെതിരെ, മെത്രാനെതിരെ, വിശ്വാസത്തിനെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരു പശ്ചാത്താപവും ഇല്ല. അവൻ ശരിയെന്ന് ശരിയാണെന്ന്. മാരക പാപത്തിൽ കഴിയുമ്പം പോലും അവൻ്റെ വിചാരം അവൻ ശരിയാണെന്ന്. അതാണ് അവൻ്റെ ദുർഭഗമായ അവസ്ഥ, തകർന്ന അവസ്ഥയാണ്. അവൻ തീർന്നിരിക്കുക, അവൻ തീരാനില്ല. ഒരാൾ തീർന്നു കഴിയുമ്പോഴാണ് എനിക്ക് തെറ്റ്, എനിക്ക് പാപമില്ലെന്നൊരാൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ പാപത്തിൽ 100 ഡിഗ്രി എത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 100 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ, പാപം 100 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് പശ്ചാത്താപമില്ല. ഒരമ്മ വയറ്റിക്കിടക്കുന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുമ്പം ഒരു പശ്ചാത്താപം, അതിനെ ചെയ്യിക്കുന്ന ഡോക്ടറിന് ഒരു പശ്ചാത്താപം. എല്ലാം സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു ശൈലിയുണ്ടല്ലോ, അത് അപകടമാണ്. അതുകൊണ്ട് ദൈവകൃപയുടെ അനുഗ്രഹങ്ങളുടെ വാതിൽ ആ കുടുംബത്തിലേക്ക് ഇനി ഉറക്കപ്പെടില്ല, അടഞ്ഞു കിടക്കുക. അവിടെ കരഞ്ഞു ദൈവമേ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴെ ബന്ധനങ്ങൾ, അപ്പോഴാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സ്വഭാവത്തിൽ സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. 2 കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കൺവെൻഷൻ നടക്കേണ്ട ഏറ്റവും വലിയ മഹാത്ഭുതമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, പശ്ചാത്താപവും അനുതാപവും മാനസാന്തരവും. അത് നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ വിശ്വസിക്കാറില്ല. വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുമില്ല. എനിക്കുള്ളത് അനുതാപം. ഞാൻ കർത്താവിൻ്റെതായിട്ട് മാറണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ധ്യാനം കഴിയുമ്പോൾ, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നീ ഈശോയുടെ സ്വന്തമായിട്ട് മാറണം. ഫിലിപ്പി ലേഖനം 3:12 കർത്താവ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുവേ. ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്ന അനുഭവം, എന്നെ ഈശോയുടേതായിട്ട് മാറണം. അത് മാറാതെ വേറെ എന്തിൻ്റെ ലോകത്തുള്ള എന്തിനും സ്വന്തമായ എളുപ്പമാണ്. പക്ഷേ കർത്താവിന് സ്വന്തമാകാൻ വേണ്ടതൊന്നേ ഉള്ളൂ, പശ്ചാത്താപം, മാനസാന്തരം, തിരിച്ചുവരവ്. അത് നടക്കണം. നീ പാപത്തെ നീ നിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നീ സ്തുതിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. പാപത്തെ നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നീ സ്തുതിച്ചുകൊണ്ട് കാര്യമില്ല. പാപത്തെ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് നീ സ്തുതിക്കുമ്പോൾ അത് നമ്മൾ എന്ത് പൊരുത്തമായത്, കാപട്യത്തിൻ്റെ ആധ്യാത്മികത, പുറമേ കാണിക്കുന്ന ക്രൈസ്തവ ജീവിതം. അതുകൊണ്ടൊരു കാര്യമില്ല. റോമാലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള വചനം മറക്കാതെ മനസ്സൂക്ഷിക്കേണ്ട വചനമാണ്. റോമാലേഖനം 2:19 മുതൽ ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനുമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം
കവർച്ച ചെയ്യുന്നുവോ, നിയമത്തിൽ അഭിമാനിക്കുന്ന നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതിരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പത്രോസിനെ 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഹൃദയം നൊന്തു കരയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായെന്നുള്ള അർത്ഥമേ. ഒരാൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായതിൻ്റെ തെളിവ് ഒറ്റ കാര്യമേ ഉള്ളൂ. ആരെങ്കിലും തലയെ കൈവച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു അനുതാപമുണ്ടായോ നോക്കിയാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തിയോർത്ത്, അവൻ്റെ വായിൽ നിന്നിരുന്ന വാക്കുകളെ ഓർത്ത്, അവൻ്റെ ചിന്തകളെ ഓർത്ത്, അവൻ്റെ കഴിഞ്ഞകാല ജീവിതം അവന് അനുതാപം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ കൂദാശയിലൂടെ സ്വീകരിച്ചാലും അതിനോട് നമ്മൾ സഹകരിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കണം, തിരുസഭയിലൂടെ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ കൃപയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട്, അപ്പസ്തോലന്മാരുടെ അഭിഷേകത്തോട് ഐക്യപ്പെട്ടുകൊണ്ട്, തിരുസഭയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട്, തിരുസഭ എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് പ്രത്യേകമായുധം ഐക്യപ്പെട്ടു നിന്നുകൊണ്ട്, ഈ ദേശത്തുള്ള എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് അപ്പസ്തോലിക കൃപയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ സ്ഥലത്തിൻ്റെ മേൽ, ഈ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ രഹസ്യമായും പരസ്യമായും ദൃശ്യമായും അദൃശ്യമായും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ആത്മാക്കളെയും ദുഷ്ടവിശ്വാസികളെയും, ആ പുരാതന സർപ്പത്തെ 33:1-3 ആത്മാക്കളെ, 34:4-7 വരെയുള്ള വചനത്തിൽ ആത്മാക്കളെ, വെറുപ്പിന് കായേൻ്റെ രൂപികളെ, ഹോസ്യാഞ്ചലൻ്റെ അശുദ്ധാത്മാക്കളെ ഈശോമിശിഹായുടെ നാമത്തിൽ അപ്പസ്തോല പ്രവർത്തനം 16, 17, 18, 19 വചനം കൊണ്ട്, 1 Corinthians 3:8 വചനം കൊണ്ട്, 19:34 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിച്ച് 8:31 ബഹിഷ്കരിക്കുന്ന സ്ഥലത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. യേശുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വിദേശത്തുള്ള മക്കള്, നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, കുടുംബം തകർന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, ആരുമില്ലാത്ത മക്കൾ, മനസ്സ് തകർന്ന മക്കൾ, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മക്കളുണ്ടോ? ആ മക്കളെ ദുരിതപ്പെടുത്തുന്ന തകർക്കുന്ന ദുഷ്ടപിശാചുകളെ, അശുദ്ധാത്മാക്കളെ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എല്ലാ വേദന കൊടുത്ത്, ഒരു 7 നിയോഗം കൊടുത്ത് ഈശോ ഏറ്റെടുക്കുന്നു. യുവാക്കള്, യുവതികള്, അപ്പനമ്മമാര്, മുതിർന്നവര്, വാർദ്ധക്യത്തിൽ പോകുന്നൊക്കെ പ്രാർത്ഥിച്ച്, എല്ലാം പ്രാർത്ഥിച്ച് ഈശ്വരൻ സമർപ്പിച്ച് ഇത് കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോകുന്ന വലിയ സമയമാണ്, വലിയ കൃപയുടെ സമയമാണ്. വിഷയം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന മക്കള് കണ്ണു തുറന്ന് ഈശോയോട് നോക്കിയിട്ട് ചങ്ക് പൊട്ടി അങ്ങ് യേശുവെന്ന് വിളിച്ച് യേശുവെന്ന് ചങ്ക് പൊട്ടി വിളിച്ച് യേശുവെന്ന് വിളിച്ച് പോരാ യേശുവേ. അഭിഷേക പെരുമഴ, കൃപയുടെ അഭിഷേകം. കൃപയുടെ അഭിഷേകം.